Welcome to NCERT +1 and +2 Physics. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ അകത്ത് NCERT എക്സസൈസ് പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം we will continue with that. Second. Yeah. So, 21st problem. During blood transfusion, the needle is inserted in a vein where the gauge pressure is 2000 Pascal. Blood transfusion എന്ന പ്രോസസ്സിൽ വെയിനിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ 2000 പാസ്കൽ ആയിരിക്കും. At what height must the blood container be placed so that blood may just enter the vein? അപ്പോഴത്തേക്കും ഈ ബ്ലഡ് കണ്ടെയ്നർ എവിടെയാണ് വെക്കേണ്ടത്, ഏത് ഹൈറ്റിലാണ് വെക്കേണ്ടത്, സെസ് ദാറ്റ് ബ്ലഡ് വെയിനിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹൈറ്റിൽ വെക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് പറ്റിയ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഗേജ് പ്രഷർ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ലെറ്റ് ഇസ് സപ്പോസ് PG എന്ന് പറയുന്നതാണ് നമ്മൾ ഗേജ് പ്രഷർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗിവൺ ആസ് 2000 പാസ്കൽ. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഗേജ് പ്രഷറും ദാറ്റ് ഇസ് നമ്മളെ ഗേജ് പ്രഷറിന്റെ ഒരു റിലേഷൻ നമുക്കറിയാം. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആബ്സല്യൂട്ട് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ HρG. ഈ റിലേഷൻ നമുക്കറിയാം. സോ ഈ റിലേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലായി HρGയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 2000 പാസ്കൽ. നമുക്ക് വേണ്ട എന്താണ്? ഹൈറ്റ് ആണ് വേണ്ടത്. ഇവിടുന്ന് നമുക്ക് ഹൈറ്റ് എത്രയാണെന്നാണ് വേണ്ടത്. സോ ദാറ്റ് മീൻസ് 2000 ഡിവൈഡ് ബൈ ρG. ഇവിടെ റോ എന്ന് പറയുന്നത് ബ്ലഡിന്റെ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ ടേബിളിൽ നമുക്ക് ഈ ഒരു വാല്യൂ എടുക്കാം. 1.06 × 10³ kg/m³. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2000 ഡിവൈഡഡ് ബൈ 1.06 × 10³ × 9.8. സോ ഇത് ചെയ്യുമ്പോൾ 0.2 എന്ന് കിട്ടും. 0.2 മീറ്റർ. സോ ബ്ലഡ് എൻട്രി ചെയ്യണമെങ്കിൽ ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.2-നെക്കാട്ടും കൂടുതലായിരിക്കും, അല്ലെ 0.2 ആയിരിക്കും. ഓക്കെ, അപ്പം 0.2 എന്ന് പറയുന്ന ഈ ഒരു 0.2 എന്ന് പറഞ്ഞ ഈ ഒരു ഹൈറ്റിൽ ബ്ലഡ് കണ്ടെയ്നർ വെക്കുകയാണെങ്കിൽ ബ്ലഡ് വെയിനിലേക്ക് എൻറ്റർ ചെയ്യും. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. This is 22nd question. In deriving Bernoulli's equation, we equated the work done on the fluid in the tube to its change in potential energy and kinetic energy. അല്ലേ, നമ്മൾ കണ്ടുവരുന്നുണ്ട്. ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടാണ്. അവിടെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്തിരുന്നു. Work done on the fluid equate ചെയ്തു change in potential and kinetic energy ആയിട്ട്. How does the pressure change as the fluid moves along the tube if dissipative forces are present? ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഡിസിപ്പേറ്റീവ് ഫോഴ്സ് അവിടെ പ്രസന്റ് ആവുകയാണെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് ട്യൂബിലൂടെ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ ചേഞ്ച് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? That means work should be done against the dissipative force, right? അപ്പം അതെല്ലാം കൺസിഡർ ചെയ്യുന്നു. അപ്പം പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇവിടെ സംഭവിക്കുന്നത് എന്തെങ്കിലും ഡിസിപ്പേറ്റീവ് ഫോഴ്സ് പ്രസന്റ് ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രഷർ ഡ്രോപ്പ് വിൽ ബി ഗ്രേറ്റർ. അതെന്ന് പറയുന്നത് പ്രഷർ ഡ്രോപ്പ് ഗ്രേറ്റർ ആയിട്ട് വരും. And do the dissipative force become more important as the fluid velocity increases? Discuss qualitatively. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? കൂടുതലും ഫ്ലൂയിഡ് വെലോസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? ടർബുലൻസ് കൂടുകയാണ്. അപ്പം ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് when the fluid with increasing fluid it becomes more important with increasing fluid velocity. ടർബുലൻസ് അപ്പം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് it will become important. So that's this problem. The next problem that is this one. What is the largest average velocity of the blood flow in an artery of radius 2 × 10⁻³ meter എന്നുള്ളതാണ്. റേഡിയസ് തന്നിരിക്കുന്നത്. റേഡിയസ് is given as 2 × 10⁻³ meter. അപ്പം says that the flow remains laminar ആണ്. laminar. So you know the condition, that is Reynolds number less than 2000 ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ we can say such type of a flow is laminar. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് what is the largest average velocity of blood flow such that the flow remains laminar. Flow laminar ആണെങ്കിൽ ആ ബ്ലഡ് ഫ്ലോയുടെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? ലാർജസ്റ്റ് ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും?
And one more question is there. What is the corresponding flow rate? Flow rate എത്രയാണ്? That is how much flood is passing, how much volume of flood is passing per second. And അതിന് വേണ്ടി നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. Eta is taken as 2.084 into 10 power minus 3 pascal per second. അതാണ് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആവുകയാണെങ്കിലാണ് ലാംഡ. സോ ലാർജസ്റ്റ് ആവറേജ് വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഫ്ലോ, മാക്സിമം ഫ്ലോയുടെ കേസ് ദാറ്റ് ഇറ്റ് റിമെയിൻസ് ലാംഡ. ദാറ്റ് മീൻസ് നമുക്ക് ഈ എന്ത് പറ്റും, RE നമുക്ക് 2000 ആയിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ യു ക്യാൻ ഗെറ്റ് ദ ലാർജസ്റ്റ് ആവറേജ് വെലോസിറ്റി. ആൻഡ് അവർ ഫോർമുല ഈസ് ജനറലി അവർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈറ്റ റോ ഈസ് ഈക്വൽ ടു RE is equal to rho VD by eta. ഇതാണ് നമ്മളുടെ ഫോർമുല ഫോർ റെനോൾഡ്സ് നമ്പർ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് V കണ്ടുപിടിച്ചാൽ പോരെ, വെലോസിറ്റി ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. സോ V കണ്ടുപിടിക്കാൻ RE into eta divided by rho D. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഡിയസ് ആണ്. സോ ഇവിടെ നമ്മളെ ഇക്വേഷനിൽ ഡയമീറ്റർ ആണ്. സോ ഡയമീറ്റർ മീൻസ് 2 into radius. സോ ദാറ്റ് ഇസ് 2 into 10 power minus 3. That is 4 into 10 power minus 3 meter. ഇതാണ് നമ്മുടെ റേഡിയസ്, ഡയമീറ്റർ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് 2000 into ഈറ്റയുടെ വാല്യൂ 2.084 into 10 power minus 3 divided by പിന്നെ the density of blood. Okay, density of blood is this is നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിലും എടുത്തതാണ് ഡെൻസിറ്റി ഓഫ് ബ്ലഡ്. ദാറ്റ് യു ക്യാൻ ടേക്ക് ഫ്രം ദ ടേബിൾ. ദാറ്റ് ഇസ് 1.0 ടെക്സ്റ്റിലെ ടേബിൾ. സോ ദാറ്റ് ഈസ് 1.03 into 10 cube kilogram per meter cube. ഓക്കെ, അതാണ് ബ്ലഡിന്റെ ഡെൻസിറ്റി. അതൊക്കെ പരീക്ഷിക്കുമ്പോൾ തരുമായിരിക്കും. പഠിച്ചിരിക്കുക. ബ്ലഡിന്റെ ഡെൻസിറ്റി കാട്ടിയും അല്ല വെള്ളത്തിന്റെ ഡെൻസിറ്റി കാട്ടിയും കുറച്ചും കൂടി കൂടുതലല്ലേ ഉള്ളൂ. 1.06 into 10 cube. Okay. This is 1.06. Okay, 1.06 into 10 cube. D എന്ന് പറയുന്നത് 4 into 10 power minus 3. So ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ you will get as 0.98 meter per second. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, 0.98 meter per second. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കറസ്പോണ്ടിങ് ഫ്ലോ റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ flow rate is the volume of blood that is passing per second. That is volume divided by time. Dimensionally നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. This is also equal to velocity of the flow into area of the flow. അങ്ങനെ എടുത്താലും dimensionally ഇത് ഈക്വൽ ആണ്. That means velocity area എന്നുള്ള ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. So Q, flow rate നെ generally represent ചെയ്യുന്നതാണ് Q. Okay, so Q is given by V into A. നമുക്ക് V ഉണ്ട് A ഉണ്ട്. കാര്യം ബ്ലഡ് പോകുന്ന ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയയിലൂടെ ആയിരിക്കും പോവുക അല്ലെ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അപ്പം R ഉള്ളതുകൊണ്ട് നമുക്ക് റേഡിയസ് ഉള്ളതുകൊണ്ട് ഏരിയ വിൽ ബി πr². സോ വെലോസിറ്റി നമുക്കിപ്പോൾ ജസ്റ്റ് കിട്ടി 0.98 into ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് πr². അപ്പൊ അത് കൊടുത്താൽ മതി. 0.98 into 3.14 into R എന്ന് പറയുന്നത് 2 into 10 power minus 3 ആണ് കേട്ടോ. 2 into 10 power minus 3. Yeah. 2 into 10 power minus 3. So 2 into 10 power minus 3 the whole square. So ഇത് ചെയ്യുമ്പോൾ you will get it as 1.23 into 10 power minus 5 meter cube per second. Okay, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A plane is in level flight at constant speed and each of its wings has an area of 25 meters square. ഒരു പ്ലെയിന് അതിൻ്റെ is in level flight, അതായത് അത് പ്ലെയിൻ is in level flight, അതൊരു ഹൊറിസോണ്ടൽ, അതായത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലൂടെ അതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈറ്റിലൂടെ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ അത് ട്രാവൽ ചെയ്യുകയാണ്. അതിൻ്റെ ഓരോ വിങ്സിന്റെയും ഏരിയ, അത് ഒരു വിങ്ങിന്റെ ഏരിയ 25 മീറ്റർ സ്ക്വയർ. അങ്ങനെ 2 വിങ് ആണുള്ളത്. അപ്പൊ 2 വിങ്ങിന്റെയും കൂടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഏരിയ ഓഫ് ദ വിങ് നമുക്ക് ഇവിടെ എഴുതാം. ടോട്ടൽ ഏരിയ ഓഫ് ദ വിങ്, കാര്യം ഒരു വിങ്ങിന്റെയാണ് തന്നിരിക്കുന്നത്. സോ ടോട്ടൽ ഏരിയ ഓഫ് ദ വിങ് എന്ന് പറയുന്നത് 25 into 2, that is 50 meter square. Okay. If the speed of the air is 180 km per hour over the lower wing,
ലോവർ വിങ്ങിലത് ഇങ്ങനത്തെ ഇതൊരു വിങ് ആണെങ്കിൽ താഴത്തെ 180 km/h ഈ ആൻഡ് 234 km/h ഓവർ ദ അപ്പർ വിങ് സർഫസ്. അപ്പർ വിങ് സർഫസിന്റെ 234 km/h ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻസ് ദ പ്ലെയിൻസ് മാസ്. പ്ലെയിനിന്റെ മാസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയർ ഡെൻസിറ്റി 1 kg/m³ ആയിട്ട് എടുക്കാനും തന്നിട്ടുണ്ട്. ഇപ്പൊ ലെവൽ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്ലെയിനിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഹൈറ്റിലാണ് പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ബെർണോളിസ് ഇക്വേഷൻ ആണ്. ഇപ്പൊ ബെർണോളിസ് ഇക്വേഷൻ നമുക്കറിയാം ഇൻ ജനറൽ ദാറ്റ് മീൻസ് ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഇവിടെ ബെർണോളിസ് ഇക്വേഷൻ സപ്പോസ് ഇതിന് ഫസ്റ്റ് റീജിയനും ഇതിന് സെക്കൻഡ് റീജിയനും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ആണ് ബേസിക്കലി ഈ ഒരു പ്രോബ്ലത്തിനെല്ലാം യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് P1 plus half rho V1 square plus rho G H1 is equal to P2 plus half rho V2 square plus rho G H2 എന്നുള്ളതാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ. ബട്ട് ഇവിടെ കേസിൽ ഇതൊരു എന്താ പറയുക ലെവൽ ഫ്ലൈറ്റ് നേരെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ അത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് ചിന്തിക്കേണ്ട അല്ലേ തന്നെയും അല്ല ഹൊറിസോണ്ടലി പോയാലും അല്ലെങ്കിലും നമുക്കറിയാം ഈ ഫ്ലൈറ്റിന്റെ എന്താണ് നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് എടുക്കണം ആ ഒരു പോയിന്റ് ചിന്തിക്കേണ്ട കേട്ടോ. ലെവൽ ഫ്ലൈറ്റ് എന്നുള്ള ചിന്തിക്കേണ്ട. അതാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ഇപ്പൊ ഒരു ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണല്ലോ. അപ്പം ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് H1 ഇതിന്റെ മുകളിലേക്കുള്ള ഹൈറ്റ് H2 ആകുമ്പം H1 H2 ഏകദേശം ഈക്വൽ ആകുമ്പോൾ തന്നെ ഫ്ലൈറ്റിന്റെ കേസിലെല്ലാം എപ്പോഴും എടുക്കുന്ന ബെർണോളിസ് ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഇസ് P plus half rho V1 square is equal to P2 plus half rho V2 square. ഓക്കെ, ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ ഈ രൂപത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തിങ് നമ്മളോട് ചോദിച്ചിരുന്ന പ്ലെയിനിന്റെ മാസ് എത്രയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്കറിയാം ഈ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് പ്രഷർ. ഒരു വെലോസിറ്റി താഴത്തെ വിങ്ങിനും മുകളിലത്തെ വിങ്ങിനും ഡിഫറെന്റ് ആയിരുന്നു. അതനുസരിച്ച് പ്രഷർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ പ്രഷർ വ്യത്യാസം കാരണം ഒരു നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ഇസ് ദ ലിഫ്റ്റ് ഫോഴ്സ്. ആ ലിഫ്റ്റ് ഫോഴ്സ് ആണ് ഈ പ്ലെയിനിന്റെ വെയിറ്റിനെ പ്ലെയിനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg അതിനെ ബാലൻസ് ചെയ്യുന്നത് ഈ ലിഫ്റ്റ് ഫോഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രഷർ ഡിഫറൻസ് കാരണം ആണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് which is provided by the pressure difference. So that is given by P1 minus P2 into A. Okay. So ഇപ്പൊ താഴത്തെ പ്രഷർ ഇപ്പൊ നമ്മൾ V1 എന്ന് പറയുന്നത് ഇപ്പൊ താഴത്തെ വെലോസിറ്റി വിങ്ങിന്റെ താഴത്തെ വെലോസിറ്റി 180 km/h. സോ ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ഇറ്റ് as 50 m/s. സോ ഇപ്പൊ ഇവിടുത്തെ കറസ്പോണ്ടിങ് പ്രഷർ P1 ആയിട്ട് എടുക്കുന്നു. ആൻഡ് വിങ്ങിന്റെ മേലത്തെ പ്രഷർ എന്ന് പറയുന്നത് V2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 234 km/h എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 234 into 5/18 ഇത് ചെയ്യുമ്പോൾ 65 m/s എന്ന് കിട്ടും. ഇപ്പൊ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 ആണെങ്കിൽ പ്രഷറും വെലോസിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് എന്താണ് ഇതിന്റെ നമുക്ക് മനസ്സിലാവുന്നത് P1 ആയിരിക്കും P2-നെക്കാട്ടി കൂടുതൽ. ഓക്കെ, സോ നമുക്ക് P1 minus P2 into A ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ദ ലിഫ്റ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ബെർണോളിസ് ഇക്വേഷന്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ഒരു P1 ഈ P2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് P1 minus 2 കിട്ടും. A എന്ന് പറഞ്ഞത് ടോട്ടൽ ഏരിയ ഓഫ് ദ വിങ് ദാറ്റ് ഇസ് A എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം. Then that we can equate to the mg. So അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. That is P1 plus half rho V1 square is equal to P2 plus half rho V2 square എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ P2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ P1 minus P2 is equal to half rho into V2 square minus V1 square. So half into നമുക്ക് എയറിന്റെ ഡെൻസിറ്റി എത്ര 1 kg/m³ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് V2 എന്ന് പറയുന്നത് 65 square minus 50 square ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് പ്ലെയിനിന്റെ വെയിറ്റിനെ ഈ ഒരു ലിഫ്റ്റ് ഫോഴ്സ് ആ ഒരു പ്ലെയിൻ ഉണ്ടാകുന്ന അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ബാലൻസ്ഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ പ്ലെയിൻ ദാറ്റ് ഇസ് mg. ദാറ്റ് മീൻസ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് P1 minus P2 into A എന്ന് പറയുന്നത് mg ആയിട്ട് ബാലൻസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തു നിന്നും m ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് m കണ്ടുപിടിക്കാം. അപ്പൊ P1 minus P2 എന്താണ് കിട്ടിയിരിക്കുന്നത് ഹാഫ് into 65 square minus 50 square into ഏരിയ എന്ന് പറയുന്നത് 50
is equal to m കണ്ടുപിടിക്കണം into 9.8. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് മാസ് ഓഫ് ദ പ്ലെയിൻ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ബാക്കി ടേം 9.8 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. സോ ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 9.8 into 65 square minus 50 square into 15 വരും. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 4400 kg വരും. ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ആ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ദിസ് ഈസ് ഇൻ 25th problem. നോക്കാം. In Millikan's oil drop experiment, what is the terminal speed of an uncharged drop of radius 2 into 10 power minus 5 meter and density 1.2 into density is 1.2 into 10 cube kilogram per meter cube. Okay, അപ്പോൾ Millikan's oil drop experiment is a famous experiment. അതിൻ്റെ അകത്തെ ആ ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഡ്രോപ്പിന്റെ ടെർമിനൽ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, അതിന്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഡ്രോപ്പിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ ടേക്ക് ദ വിസ്കോസിറ്റി ഓഫ് എയർ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെന്റ് ടു ബി ദിസ് മച്ച്. അപ്പൊ വിസ്കോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എയറിന്റെ വിസ്കോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൗ മച്ച് ഇസ് ദ വിസ്കസ് ഫോഴ്സ് ഓൺ ദ ഡ്രോപ്പ് അറ്റ് ദാറ്റ് സ്പീഡ്. ആ സ്പീഡിലുള്ള ഡ്രോപ്പിലെ വിസ്കസ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് നെഗ്ലക്ട് ബയൻസി ഓഫ് ദ ഡ്രോപ്പ് ഡ്യൂ ടു എയർ കാരണമുള്ള ബയൻസി നെഗ്ലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുല ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുല VT² നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. 2 into a square. a എന്ന് പറയുന്ന അവിടുത്തെ റേഡിയസ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഡ്രോപ്പിന്റെ റേഡിയസ് ആണ്. a square into rho minus sigma g by 9 eta. ഓക്കെ, a എന്ന് പറയുന്നത് ഡ്രോപ്പിന്റെ റേഡിയസ് ആണ്. റോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഡെൻസിറ്റി ഓഫ് ഡ്രോപ്പ് ആണ്, ഡ്രോപ്പിന്റെ ഡെൻസിറ്റി ആണ് റോ, അത് നമുക്ക് തന്നിട്ടുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എയർ ആണ്. സിഗ്മ ഇസ് ദ ഡെൻസിറ്റി ഓഫ് എയർ. ആൻഡ് ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതറിയാം. ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് എയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത് നെഗ്ലക്ട് ദ ബയൻസി ഓഫ് ഡ്രോപ്പ് ഡ്യൂ ടു എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബയൻസി എന്താ, എയർ കാരണം ഉണ്ടാകുന്ന ബയൻസിയെ നെഗ്ലക്ട് ചെയ്യാൻ മീൻസ് നമുക്ക് ഹിയർ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് സിഗ്മയെ 0 ആയിട്ട് കണക്കാക്കാം. ആൻഡ് എ ഇവിടുത്തെ എത്രയാണ്, 2 into 10 power minus 5 meter. ആൻഡ് ഡ്രോപ്പിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.2 into 10 cube. ആൻഡ് ഈറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.8 into 10 power minus 5. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് VT-യിലേക്ക് ഇനി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ദാറ്റ് മീൻസ് VT is equal to 2 into എന്ന് പറയുന്ന 2 into 10 power minus 5 the whole square into rho minus sigma. സിഗ്മ നമ്മൾ ബയൻസി നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സിഗ്മയെ 0 ആക്കി. rho minus sigma means 1.2 into 10 cube into that minus 0 into 9.8 divided by 9 into eta, that is 1.8 into 10 power minus 5. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ you will get as 5.8 into 10 power minus 2 meter per second. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇൻറ്റു 10 power minus 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെന്റിമീറ്റർ ആണല്ലോ. സോ 5.8 centimeter per second എന്ന് എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിസ്കസ് ഫോഴ്സ് ഓൺ ദ ഡ്രോപ്പ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷനും നമുക്കറിയാം, നമ്മൾ അതിന്റെ തിയറി പഠിച്ചിട്ടുള്ളതാണ്. വിസ്കസ് ഫോഴ്സ് ഓൺ ദ ഡ്രോപ്പ്, അതിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 6 pi eta AV എന്നുള്ളതായിരുന്നു. ഇതിലത്തെ 6 പൈയുടെ വാല്യൂ അറിയാം, ഈറ്റ ഇസ് വിസ്കോസിറ്റി അതിന്റെ വാല്യൂ അറിയാം, എ എന്ന് പറഞ്ഞ റേഡിയസ് അതിന്റെ വാല്യൂ അറിയാം. അറ്റ് ദിസ് സ്പീഡ് വിസ്കസ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച് ടെർമിനൽ സ്പീഡിൽ. സോ ആ വിയുടെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. സോ 6 into 3.14 into C viscosity is what, 1.8 into 10 power minus 5. 1.8 into 10 power minus 5. And radius of the drop എന്ന് പറയുന്നതാണ് 2 into 10 power minus 5. And
ടെർമിനൽ വെലോസിറ്റിയിലെ വിസ്കസ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടെർമിനൽ വെലോസിറ്റി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 5.8 into 10 power minus 2. So ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ you will get as 3.93 into 10 power minus 10 Newton എന്ന് കിട്ടും. Okay, so this is that problem. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Two narrow bores of diameter 3 mm and 6 mm are joined together to form a U-tube open at both ends. അപ്പൊ രണ്ട് ബോൾസ്, ഓക്കെ, രണ്ട് ബോൾസ്, ഒരെണ്ണത്തിന്റെ ഡയമീറ്റർ 3 mm മറ്റേ 6 mm കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു യൂട്യൂബ് ആക്കിയിരിക്കുകയാണ്. അതിന്റെ യൂട്യൂബാണ്, അതിന്റെ രണ്ടറ്റങ്ങളും തുറന്നു കിടക്കണം. ഇഫ് ദ യൂട്യൂബ് കണ്ടെയ്ൻസ് വാട്ടർ, അപ്പൊ ആ യൂട്യൂബിന്റെ അകത്ത് അതിപ്പോ ഓപ്പൺ എൻഡ്സ് എന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണെങ്കിൽ വാട്ട്സ് ദ ഡിഫറൻസ് ഇൻ ഇറ്റ്സ് ലെവൽ ഇൻ 2 limbs ഓഫ് ദ ട്യൂബ്. സപ്പോസ് നമുക്കിപ്പം ഇങ്ങനെയാണ് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു അത് രണ്ട് ബോൾസ്, അപ്പൊ ഒരെണ്ണത്തിന്റെ എന്താ പറയാ കുഞ്ഞി ഡയമീറ്റർ ഉള്ളതും ഒരെണ്ണത്തിന്റെ കുറച്ച് വലിയ ഡയമീറ്റർ ഉള്ളതും. ഇപ്പൊ ഇങ്ങനെ വലിയ ഡയമീറ്റർ എന്ന് വിചാരിക്കും. ഇങ്ങനെ വലിയ ഡയമീറ്റർ ഉള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ഇറ്റ്സ് ലെവൽ ഇൻ ദ 2 limbs ഓഫ് ദ ട്യൂബ്. വെള്ളത്തിന്റെ ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യം, നാരോ ഡയമീറ്റർ ഉള്ള എവിടെയാണോ അവിടെ ആയിരിക്കും വെള്ളത്തിന്റെ ലെവൽ കൂടുതൽ. ഇപ്പം നാരോ ഡയമീറ്റർ ഇവിടെയാണെങ്കിൽ ഇവിടെ ഇത്ര ഉണ്ടെങ്കിൽ ഇവിടെ ആയാലും ഉറപ്പായിട്ടും ഇതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ, വെള്ളം ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന മെനിസ്കസ് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, കോൺകേവ് മെനിസ്കസ് ആയിരിക്കും, വെള്ളം ഉള്ളതുകൊണ്ട്. ഓക്കെ, വെള്ളത്തിന്റെ മെനിസ്കസ് ആയതുകൊണ്ട് മെനിസ്കസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺകേവ് ഷേപ്ഡ് ആയിരിക്കും. കോൺകേവ് ഷേപ്ഡ് മെനിസ്കസ് ആയിരിക്കും വരയ്ക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു കോൺകേവ് ഷേപ്പ്. ഓക്കെ, അപ്പോ എന്താണ് ഒരു വാട്ട് ഇസ് ദ ഡിഫറൻസ്, ഈ ഒരു ഈ ഇങ്ങനെയാണെങ്കിൽ അപ്പോ എപ്പോഴും എന്താണ് ഈ ഒരു അത് നാരോവർ ആയിട്ടുള്ളതിലായിരിക്കും വെള്ളം കൂടുതൽ വരിക. മനസ്സിലായി? ഈ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിഫറൻസ്, വാട്ട്സ് ദ ഡിഫറൻസ് ഇൻ ദ 2 limbs ഓഫ് ദ ട്യൂബ്. ഈ ഇവിടുന്ന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, വെള്ളത്തിന്റെ ഹൈറ്റിന്റെ ഡിഫറൻസ്. ഇപ്പൊ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെന്റ് ഈസ്, നമുക്ക് സർഫസ് ടെൻഷന്റെ വാല്യൂ തന്നിട്ടുണ്ട് 7.3 into 10 power minus 2 Newton per meter. ഈ സമയത്തുള്ള വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ ഇതാണ്. ടേക്ക് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ടു ബി 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ടിനെ 0 ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു ബി 1 into 10 cube kilogram per meter cube അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ജി യു ടേക്ക് ദ വാല്യൂസ് 9.8 meter per second square എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആണെന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആവുന്ന കേസിൽ ഈ മെനിസ്കസിന്റെ റേഡിയസും ബോറിന്റെ റേഡിയസും സെയിം ആയിരിക്കും. ഇപ്പൊ ബോറിന്റെ റേഡിയസ് എന്താണ്, ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബോറിന്റെ ഡയമീറ്റർ ഇപ്പൊ D1 എന്ന് എടുക്കുവാണെങ്കിൽ 3 mm ആണല്ലോ. സോ ദാറ്റ് മീൻസ് അതിന്റെ റേഡിയസിന് R1 എന്ന് എടുക്കുവാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ് 3/2, ദാറ്റ് ഇസ് 1.5 into നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും 10 power minus 3 meter. സെക്കൻഡ് ബോറിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 6 mm എന്നാണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 mm ആയിരിക്കും, ദാറ്റ് ഇസ് 3 into 10 power minus 3 meter. ഇപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആണെങ്കിൽ ആ മെനിസ്കസിന്റെ റേഡിയസും ബോറിന്റെ റേഡിയസും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, മെനിസ്കസിന്റെ റേഡിയസ് ബോറിന്റെ റേഡിയസ് ആയിട്ട് ഈക്വൽ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെനിസ്കസിന്റെ റേഡിയസ് ആണ് വേണ്ടത് കാൽക്കുലേഷൻ. അപ്പം ബോറിന്റെ റേഡിയസ് തന്നെ അതിൻ്റെത്തേക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബോറിന്റെ, ഈ കുഞ്ഞു ബോറിന്റെ ഫസ്റ്റ് ബോർ, ഈ ഒരു പൈപ്പിന്റെ എക്സസ് പ്രഷർ എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. കാര്യം വി ഓൾറെഡി നോ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഹൈറ്റ്. നമുക്ക് H ആണ് ചോദിച്ചിരിക്കുന്നത്, ആ ഡിഫറൻസ് ഇൻ ഹൈറ്റ്, ഡിഫറൻസ് ഇൻ ദ ലെവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഡിഫറൻസ്, ഈ വെള്ളത്തിന്റെ മേലത്തിന്റെ ഡിഫറൻസ് H, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവർ തമ്മിൽ ഈ ഫസ്റ്റ് ബോറിനും സെക്കൻഡ് ബോറിനും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ്, ഇപ്പൊ ഫസ്റ്റ് ബോറിന്റെ പ്രഷറും സെക്കൻഡ് ബോറിന്റെയും
തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എച്ച് റോ ജി ആയിരിക്കും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് എച്ച്. അപ്പൊ അതിനു വേണ്ടി ആ ഫസ്റ്റ് ബോറിലുള്ള എക്സസ് പ്രഷർ എത്രയാണെന്ന് നോക്കാം. കാര്യം എക്സസ് പ്രഷറിന്റെ ഫോർമുല നമുക്കറിയാം 2s/r. ഒരു സർഫസ് അല്ലേ ഉള്ളൂ. സോ എക്സസ് പ്രഷറിന്റെ ഫസ്റ്റ് ബോർ, ദാറ്റ് ഈസ് ആ ഒരു ഫസ്റ്റ് ബോറിന്റെ കോൺകേവ് സൈഡും കോൺവെക്സ് സൈഡും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So suppose if you put it as P1, then you know the formula is 2s/r. So 2 into surface tension എന്ന് പറഞ്ഞാൽ 7.3 into 10 power minus 2 divided by r എന്ന് പറഞ്ഞാൽ 1.5 into 10 power minus 3. ഇത് ചെയ്യുമ്പോൾ we'll get it as 48.7 Pascal. Similarly, second ബോറിന്റെ പ്രഷർ ഡിഫറൻസ്, അത് എക്സസ് പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാം. എക്സസ് പ്രഷർ ഇൻ സെക്കൻഡ് ബോർ, ആ സെക്കൻഡ് ബോറിലെ excess pressure, let's suppose that be P2, then that is 2s/r, that is 2 into 7.3 into 10 power minus 2 divided by, in the radius 3 into 10 power minus 3. So, sorry, ഇത് ചെയ്യുമ്പോൾ you will get it as, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 97.3 ആണ്. 97.3 Pascal, and ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 48.7 Pascal. Okay, so pressure difference between the two limbs എന്ന് പറയുന്നത്, that is delta P. രണ്ട് ലിംസിന്റെ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് P1 minus P2, which is 97.3 minus 48.7. So you will get it as whatever value, ആ പ്രഷർ ഡിഫറൻസിനെ നമുക്ക് എങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാം, എച്ച് റോ ജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് എച്ച് ആണ്, ദാറ്റ് ഈസ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലിംസ്, ദാറ്റ് ഈസ് ദ എച്ച്, വിച്ച് ഈസ് ഗിവൺ ബൈ 97.3 minus 48.7 ഡിവൈഡ് ബൈ റോ ജി. റോ എന്ന് പറയുന്നത് 97.3 minus 48.7 divided by rho എന്ന് പറയുന്നത് 1 into 10 cube, right? 10 cube into 9.8. So you'll get it as 5 and okay. So that's it. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. So thank you.